ഡിസ്പോസബിൾ വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു കൂട്ടിൽ ഈ വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് കുറച്ച് ഡീസലും കൂടെ ഒഴിച്ച് അതിനെ അങ്ങ് കത്തിക്കും. പക്ഷെ അതെപ്പോഴും മുഴുവൻ അത് കത്തൂല. പിന്നീട് ഈ പരിസരത്തൊക്കെ കുഴിച്ചിടാൻ തുടങ്ങി. കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എലിയുടെ ശല്യം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ചാൽ കൊള്ളാമെന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ പലരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആരും എനിക്ക് സപ്പോർട്ടീവായിട്ട് ആരും സംസാരിച്ചില്ല. കാരണം എല്ലാവരും പറയുന്നത് ഭയങ്കര നാറ്റമാണ്, ഇവിടെ ഈച്ചയായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങനെ വിലക്കി, അത് വെക്കുന്നതിൽ നിന്നങ്ങ് വിലക്കി. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര നാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഡ്രെയിനേജ് പൊട്ടുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വേണ്ട, എങ്ങനെയെങ്കിലും ഇതിനെ യൂസ് ചെയ്യാം. നഗരങ്ങളിലെ കൺജസ്റ്റഡ് അർബൻ എൻവയോൺമെൻറ്റിൽ നഗരവാസികൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി വേസ്റ്റ് തീർക്കാവുന്ന ഒരു പുതിയ മോഡൽ ബയോഗ്യാസ് പ്ലാന്റാണ് ഈ പ്ലീറ്റഡ് ഡോം ബയോഗ്യാസ് പ്ലാന്റ്. ഇത് 2009 കണ്ടുപിടിച്ചത്. 2009 ഇത് പേറ്റൻറ്റ് ചെന്നൈയിൽ അപ്ലൈ ചെയ്തു. ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ലോക്ഹീഡ് മാർട്ടിൻ, അവിടുത്തെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ലോക്ഹീഡ് മാർട്ടിൻ, അവർ ഇന്ത്യയിലെ ഇത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും മികച്ച 60 കണ്ടുപിടുത്തങ്ങളിൽ ഇതിനെ ഉൾപ്പെടുത്തി. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2010 ഇതിന് അനുമതി കിട്ടി. പിന്നെ ഈ വിൽഗ്രോ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ചെന്നൈയിലുള്ള സ്ഥാപനം ഇന്ത്യയിലെ മികച്ച 60 കണ്ടുപിടുത്തങ്ങൾ, മികച്ച 20 കണ്ടുപിടുത്തങ്ങളിലും ഇത് ഇടം നേടിയിട്ടുണ്ട്. വീടുകളിലുണ്ടാകുന്ന വേസ്റ്റ് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം അത് ഈ പൈപ്പിൽ കൂടിയാണ് ഇടേണ്ടത്. ഇതിനകത്ത് വന്നിട്ട് ചെയ്യുന്ന വേസ്റ്റ് ഡൈജസ്റ്റ് ചെയ്ത് ഗ്യാസ് ആവുന്നു. ഗ്യാസ് ഈ ബെല്ലോ പൊങ്ങി ആണ് ഗ്യാസിനെ തള്ളി ഈ പൈപ്പ് വഴി വിടുന്നു. ഈ പൈപ്പ് വഴി വിടുമ്പോൾ ആ ഗ്യാസ് കറക്റ്റ് കയറി ഫിൽറ്ററിൽ വന്ന് ഫിൽറ്റർ ചെയ്യുന്ന മോയ്സ്ചറും ഹൈഡ്രജൻ സൾഫൈഡും എല്ലാം ഫിൽറ്റർ ചെയ്തിട്ടാണ് നേരെ ബാഗ് ഹോൾഡറിലേക്ക് ഗ്യാസ് പോകുന്നത്. എക്സ്ട്രാ ഗ്യാസ് വരുന്നത് ഇന്ന പ്രഷർ കഴിയുമ്പോഴത്തേക്കിന് ഈ പൈപ്പ് വഴിയായിട്ട് തനിയെ വെളിയിൽ പോകുന്നു. ഈ ഡൈജഷൻ കഴിഞ്ഞിട്ട് ദഹിക്കുന്ന വസ്തുക്കളാണ് ഈ സ്ലറി വരുന്ന പൈപ്പിൽ കൂടി നമ്മൾ എത്ര വേസ്റ്റ് അകത്തിടുന്നോ അത്രയും സ്ലറി വെളിയിൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാന്റിൽ ഒരിക്കലും വേസ്റ്റ് കയറി നിറയത്തില്ല. ഡൈജസ്റ്റ് ചെയ്ത് വരുന്നതെല്ലാം സ്ലറിയായിട്ട് വെളിയിൽ പൊക്കോണ്ടേയിരിക്കും. കൊതുക് വരാൻ പാടില്ല, ഈച്ചകൾ വരാൻ പാടില്ല. ഇതിൽ നിന്നും ഒരു ദുർഗന്ധം ഒരു കാരണവശാലും വരുന്നതെന്നും നമുക്ക് സഹിക്കാവുന്ന ഒരു കാര്യമല്ല ഒരു നഗരവാസിയെ സംബന്ധിച്ച്. അപ്പോൾ ഈ വക പ്രശ്നങ്ങളെല്ലാം ഭംഗിയായി തരണം ചെയ്യുന്നു. ഇതൊരു 10-25 വർഷം നമുക്ക് സൂക്ഷിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ LPG സിലിണ്ടർ ഇപ്പം 30 ദിവസം കൊണ്ട് തീരുന്നതിനെ നമുക്ക് കുറഞ്ഞതൊരു 20 ദിവസം തൊട്ടൊരു 2.5 മാസം വരെ നീട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്നത്തെ ഗ്യാസ് ഷോർട്ടേജും അതിൻ്റെ വില വർധനവിനെയൊക്കെ നേരിടാനായിട്ട് നമ്മുടെ വീട്ടിലെ മാലിന്യം കൊണ്ട് തന്നെ സാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടുകാർക്കും വളരെ അനുഗ്രഹമാണ്, നാടിനും അനുഗ്രഹമാണ്. പിന്നെ ഇതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഇതിനകത്തുനിന്ന് വരുന്ന ദഹനം കഴിഞ്ഞ് വരുന്ന ജൈവ വളമാണ്.
കാരണം ജൈവവളം നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെടികളൊക്കെ തന്നെ കണ്ടാൽ അറിയാം, ഇതൊക്കെ ജൈവവളം ഇട്ട് അതിൻ്റെ ആ പച്ചപ്പിൻ്റെ ഇത് തന്നെ മാറുകയാണ്. അപ്പോൾ എത്ര ജൈവവളം ഉണ്ടായ ഒരു മാസം നമുക്ക് 1800 രൂപ വരെ ജൈവവളം ഇതിൽ നിന്ന് വരുന്നത് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഗ്യാസ് ഇങ്ങനെ വരാൻ തുടങ്ങി. പ്രയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് നമുക്ക് പാചകം ഒന്ന് ആയിക്കോളും. നമുക്കതിനെ കൊണ്ട് ഒരു ശല്യമില്ല. അത് മാത്രമല്ല ഇങ്ങനെ ഈച്ചയോ കൊതുകോ നാറ്റോ അങ്ങനെ യാതൊന്നുമില്ല.